എല്ലാവർക്കും ചാരമടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മലബാറി ഡിഷാണ്, മീൻ കായ. സാധാരണ നമ്മുടെ ഉന്നക്കായ പോലെ ഇരിക്കും കാണാൻ, പക്ഷേ ഇത് ഉന്നക്കായ പോലെ മധുരമുള്ളതല്ല. മീനിന്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല എരിവുള്ളൊരു ഡിഷാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധിക്കും. അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ടാവും, അതുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് അതിനോളം ഒരു ഓപ്ഷനോട് നീക്കി കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പീസ് ഒക്കെ ഇനിയും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ എന്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത്. അപ്പൊ ഞാൻ ഒട്ടും സമയം കളയാതെ ഈ ഡിഷിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മീൻകായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ ഒരു ഫില്ലിംഗ് തയ്യാറാക്കണം. അപ്പൊ അതാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് 2 സവാളയും ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിനുള്ള പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൂട്ടോ കുറയ്ക്കോ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങയും ഇതുപോലെ ഓപ്ഷനിലാണ്. ഞാൻ തേങ്ങ ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളുള്ള തേങ്ങയാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, അത് 1 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി 1 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള മീൻ എടുത്തിട്ടുണ്ട്. മീൻ ചെയ്തത് നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന പോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് വറുക്കുന്നത്? വെറുതെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേണമെങ്കിലും വറുത്തെടുക്കാം. അങ്ങനെ വറുത്ത് വെച്ചിരിക്കുന്ന മീനാണ്. അത് നമുക്ക് പൊടിച്ച് ചേർക്കേണ്ടതുണ്ട്. അപ്പൊ എടുക്കുന്ന സമയത്ത് നല്ല കഷ്ണ മീനാണെങ്കിൽ അത് നല്ലതായിരിക്കും. അല്ലാണ്ട് മത്തി ഒന്നും എടുത്തേക്കരുത്. മത്തിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര മുള്ളായിരിക്കും. അപ്പൊ അധികം മുള്ളില്ലാത്ത മീൻ നോക്കിയിട്ട് ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ഞാൻ വേഗം തയ്യാറാക്കി കാണിക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അപ്പൊ ആ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് സവാള ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം ആദ്യം. അപ്പൊ ആ സമയത്ത് നമുക്ക് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ തേങ്ങ നമുക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. ആ ചതയ്ക്കുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കണേ. അപ്പൊ അത് തയ്യാറാക്കി വെക്കുക. ഉള്ളി വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയും പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. ഉള്ളി വഴഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ടി കിട്ടും. 1 സ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നന്നായിട്ട് നമുക്കത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം നമുക്ക് ചേർത്തിട്ട് അതിന്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇത്രയും പൊടികൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്തോട്ടു കേട്ടോ. ഇതിപ്പോൾ നല്ല അത്യാവശ്യം നല്ല സ്പൈസി ആയിരിക്കും. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ഇടുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മുളകിന്റെ ഒക്കെ പച്ചക്കുത്തൊന്ന് മാറി കിട്ടണം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അധികം ടൈം എടുക്കും. പൊടികളുടെ പച്ചമണം ഇപ്പൊ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ തേങ്ങ ഞാൻ ഓൾറെഡി നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായി ചതച്ചാണ്. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ട് വറന്നു വരണം. നല്ല വിട്ട് കിടക്കണം. അതുമാതിരി നമുക്ക് ആ തേങ്ങ നന്നായി വറന്നു വരുന്നത് വരെ നമുക്കിനി ഇളക്കിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. ഉള്ളിയും തേങ്ങയൊക്കെ ഇപ്പൊ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ഇവിടെ ഞാൻ മുള്ളെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമുക്ക് ഈ മീന് പകരം വേണമെങ്കിൽ ചെമ്മീൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ചെമ്മീൻ ഉപയോഗിക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ് ചെമ്മീൻ ഉപയോഗിക്കുമ്പോൾ. അതും ഈ സാധാരണ പോലെ തന്നെ നമ്മൾ മീൻ വറുക്കണ പോലെ തന്നെ ചെമ്മീൻ മുളകൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും ചെമ്മീൻ യൂസ് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ മീനെ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ് അതും. അപ്പോൾ നമ്മുടെ ഇത് കുറച്ച് നേരിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതുപോലെ ഒന്ന് ഉടച്ച് അത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ സമയത്തൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണേ. 1 മിനിറ്റ് കിടന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് പൊരിഞ്ഞെല്ലാം വന്നിട്ടുണ്ട്. വെവ്വേറെ എല്ലാം കിടപ്പുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പെരുംജീരകത്തിന്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ആക്കി വെച്ചിട്ട് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാം. മീൻകായയുടെ ഫില്ലിംഗ് റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി അതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നൈസ് അരിപ്പൊടി. നമ്മുടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടിയാണ് നൈസ്. ഞാനിവിടെ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത് 250 ml കപ്പിന്.
ഇനി നമ്മളിത് ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്നത് പോലെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. പക്ഷെ അതിന്റെ കൂടാണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു അരപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു തേങ്ങേന്റെ അരപ്പാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 8-10 ചെറിയുള്ളിയും, ഒരു പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും, 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. എരിവിനനുസരിച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്നുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർക്കാണെങ്കിൽ ആ പച്ചമുളക് അങ്ങ് ഒഴിവാക്കി എടുക്കാം. അപ്പൊ ഈ തേങ്ങേന്റെ കൂടെ നമുക്ക് ഇത്രയും സാധനങ്ങളൊന്ന് അരച്ചെടുക്കണം. പിന്നെ അത് അരച്ചെടുത്തോണ്ട് വരാം. അപ്പൊ അതിനോട് ഉപ്പുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. അപ്പൊ ഞാൻ എങ്ങനെയാന്ന് കാണിക്കാം. നമുക്കിനി മാവ് തയ്യാറാക്കി എടുക്കാൻ തുടങ്ങുകയാണ്. പിന്നെ അരിപ്പൊടി ആദ്യം ഒരു വലിയ ബൗളിലേക്ക് ഇടാണ്. ഇതിന്റെ അകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ്, ഞാൻ ആ തേങ്ങയും നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തിളച്ച വെള്ളം തന്നെ വേണം കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ പോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ഡൗ ആയിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് മാത്രമായിട്ട് വെള്ളം ചേർക്കുക. ഒരു കൃത്യമായൊരു കണക്ക് എനിക്ക് വെള്ളത്തിന് പറഞ്ഞു തരാൻ കഴിയില്ല. ഓരോരുത്തരുടെ പൊടിക്കനുസരിച്ച് വ്യത്യാസം വന്നേക്കും. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. നല്ല സോഫ്റ്റ് ഡൗ ആയിട്ടാണ് ഇപ്പോൾ കുഴച്ച് വെച്ചിരിക്കുന്നത്. അത്ര തന്നെ സോഫ്റ്റ് ആണ്. നമ്മളിത് മെനഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൈ നിറച്ച് നന്നായിട്ട് എണ്ണ തൂകുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ നന്നായിട്ടൊന്ന് കൈ നിറച്ച് തൂകിയതിന് ശേഷം ഇത്രയുള്ളൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ബോളാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് 1 സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഉന്നക്കായൊക്കെ ഷേപ്പാക്കുന്നത് പോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. ഈ മീൻകായൊക്കെ പേര് വരാൻ ഈ കായ എന്ന് പേര് വരാൻ കായയുടെ ഷേപ്പിൽ നമ്മൾ മെനഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് ഇത് മീൻകായ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തന്നെ കയ്യിൽ യൂസ് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് മെനഞ്ഞെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അത് ഈ പൊട്ടൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആക്കി തന്നെ നമുക്ക് മെനഞ്ഞെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം തന്നെ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിത് ആവിയാണ് കയറ്റാൻ പോകുന്നത്. അപ്പോൾ എല്ലാം മെനഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ആവി കയറ്റുന്നത്. ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ എല്ലാം മെനഞ്ഞെടുക്കാം കേട്ടോ. മീൻകായ എല്ലാം മെനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു 10-12 മിനിറ്റ് നേരം നമുക്ക് ആവി കയറ്റിയെടുക്കണം. അത്രമാത്രം മതിയാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പൊ ആ ഒരു 10-12 മിനിറ്റ് വരെ നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം. ഞാനിപ്പോൾ ആവിപാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഒന്ന് കാണിക്കാം കേട്ടോ. നമ്മുടെ മീൻകായ ഇപ്പോൾ 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്ത് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് എടുത്തു, ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുത്തെടുക്കാണ്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇനി വറുത്തെടുക്കാൻ നേരത്തെ നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് കോട്ട് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. അപ്പോൾ മുളക് പൊടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 നുള്ളുകൊണ്ട് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് മുളക് പൊടി ഒന്ന് ചാലിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് മുക്കിയതിന് ശേഷമാണ് നമ്മളൊന്ന് വറുത്തെടുക്കാൻ പോണേ. ഇത് നമുക്ക് ഓരോ ഉന്നക്കായായിട്ട് നമ്മുടെ ഈ പേസ്റ്റിൽ ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കണം. അപ്പൊ എല്ലാം നമുക്ക് ആദ്യം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തിട്ടാവുമ്പോഴത്തേക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പൊ നമ്മൾ ഓയിൽ ഇപ്പൊ തന്നെ അടുപ്പത്തേക്ക് വെച്ചേക്കുക. നമുക്ക് വറുത്തെടുക്കണം. ഇനി ഇത് ഉള്ളിലോട്ടൊന്നും ആവാനില്ലല്ലോ, പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ കഴിയും. അല്ലാതെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കാം കോട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പൊ നമുക്കിനി വറുത്തെടുക്കാം. അതിന് ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. ഒത്തിരി തിളച്ച് പോകേണ്ട, അതിന് മുമ്പ് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ പുറത്ത് നമ്മുടെ ഈ മുളകിന്റെ കോട്ടിങ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വറുത്തെടുക്കാൻ പെട്ടെന്ന് തന്നെ പറ്റും കേട്ടോ. അപ്പൊ ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്കൊന്നത് സിമ്മിലേക്കാക്കി വെക്കാം. നമ്മുടെ മീൻകായ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയിരിക്കുന്ന മീൻകായെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു മലബാറി സ്നാക്കാട്ടോ. അപ്പൊ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ചെയ്ത് നോക്കണം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകായ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരാണ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാക്കി കൂടെ നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.